പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ഫയൽ അദാലത്ത് വിജയകരം. കൊച്ചിയിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ നടന്ന മധ്യമേഖലാ ഫയൽ അദാലത്തിൽ ആകെ 1084 അപേക്ഷകൾ തീർപ്പാക്കി. സംസ്ഥാനത്തെ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള പാഠ്യപദ്ധതി പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുകയാണെന്നും കുട്ടികളുടെ സ്കൂൾ ബാഗ് ഭാരം കുറയ്ക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ഉടൻ തീരുമാനമെടുക്കുമെന്നും മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു. 10 വർഷമായി തീർപ്പാകാതെ കിടന്നിരുന്ന അപേക്ഷകൾ ഉൾപ്പെടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ഫയൽ അദാലത്തിൽ തീർപ്പായത്. ആകെ ലഭ്യമായ 1446 അപേക്ഷകളിൽ 1084 എണ്ണത്തിന് അദാലത്തിൽ പരിഹാരമായി. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ഓഫീസുകളെ 3 മേഖലകളായി തിരിച്ചാണ് അദാലത്ത് നടത്തുന്നത്. കൊച്ചിയിൽ മധ്യമേഖല അദാലത്ത് പൂർത്തിയായ സാഹചര്യത്തിൽ അടുത്ത മാസം 5-ന് കൊല്ലത്തും 17-ന് കോഴിക്കോട്ടും മേഖലാ അദാലത്തുകൾ നടത്തുമെന്നും മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു. 1 മുതൽ 10 വർഷക്കാലം വരെ പ്രായമുള്ള ഫയൽ എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഈ ടീച്ചർമാർക്ക് ശമ്പളം കിട്ടിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് കഷ്ടമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ മാസവും വിദ്യാഭ്യാസ ഡയറക്ടർ നേതൃത്വത്തിൽ DD-മാരുടെയും RDD-മാരുടെയും യോഗം ചേരും. ആ യോഗത്തിൽ ആ മാസം എത്ര ഫയൽ അവരുടെ അധീനതയിലുള്ള സ്ഥാപനങ്ങളിലെത്തി, എത്ര എണ്ണത്തിന് തീർപ്പ് കൽപ്പിച്ചു, എത്ര എണ്ണത്തിന് തീർപ്പ് കൽപ്പിക്കാനുണ്ട്, ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം രേഖാമൂലം റിപ്പോർട്ട് ചെയ്യണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള പാഠ്യപദ്ധതി പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടം പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി SCERT കേരളം തയ്യാറാക്കിയ ഭാഷാ വിഷയങ്ങൾ, കമ്പ്യൂട്ടർ സയൻസ്, ജിയോളജി, ജേർണലിസം, ഫിലോസഫി, ആന്ത്രോപോളജി തുടങ്ങിയ വിഷയങ്ങളാണ് പരിഷ്കരിക്കുന്നത്. 2026ഓടുകൂടി പരിഷ്കരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികളുടെ സ്കൂൾ ബാഗ് ഭാരം കുറയ്ക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ഉടൻ തീരുമാനമെടുക്കും. 1-ാം ക്ലാസ്സിലെ കുട്ടികളുടെ സ്കൂൾ ബാഗുകളുടെ ഭാരം 1.6 മുതൽ 2.2 കിലോയ്ക്കിടയിലും, 10-ാം ക്ലാസ്സിലെ കുട്ടികളുടെ സ്കൂൾ ബാഗുകളുടെ ഭാരം 2.5 കിലോയ്ക്കും 4.5 കിലോയ്ക്കും ഇടയിൽ ആകുന്ന വിധത്തിൽ ക്രമീകരണങ്ങൾ നടത്തുവാൻ നിർദ്ദേശം നൽകുന്നതാണ്. കൂടാതെ മാസത്തിൽ 4 ദിവസമെങ്കിലും ബാഗ് ഇല്ലാത്ത ദിനങ്ങളെന്ന കാര്യം നടപ്പിലാക്കുന്നതും പരിഗണനയില്ല. സ്കൂൾ ഒളിമ്പിക്സ് നവംബർ 4 മുതൽ 11 വരെ കൊച്ചിയിലും സംസ്ഥാന കലോത്സവം ഡിസംബർ 3 മുതൽ 7 വരെ തിരുവനന്തപുരത്തും നടക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.